അപ്പോൾ ലോപാമുദ്രയോട് നമ്മളിപ്പോൾ എവിടെ എത്തി? അഗസ്ത്യനും ലോപാമുദ്രയും തമ്മിൽ സഹശയനത്തിന് അഗസ്ത്യനെ ഉത്സാഹിച്ചു. അപ്പോൾ ലോപാമുദ്ര പറഞ്ഞു, വരട്ടെ, അച്ഛൻ്റെ അടുത്ത് ഞാൻ താമസിക്കുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം വേണം, അതിന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അങ്ങനെയൊക്കെയാണോ വിഷമം? തപസ്സുകൊണ്ടുണ്ടാക്കിക്കൂടെ? ഈ വക കാര്യങ്ങൾക്ക് തപസ് ചെലവ് ചെയ്യാൻ പാടുള്ളൂ. തപസ്സുകൊണ്ടുണ്ടാക്കിയ വ്യയം ചെയ്യാൻ പാടില്ല. തപസ്സുകൊണ്ടുണ്ടാക്കിയ പുണ്യം. നീ വേറെ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരൂ. അപ്പോൾ ലോപാമുദ്ര പറഞ്ഞു, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കിയോളൂ, എനിക്കിനി ഋതുകാലം അധികമില്ല. ഈ വേഷത്തിൽ അങ്ങയുടെ കൂടെ ഞാൻ സഹശയനം നടത്തില്ല. എനിക്ക് എവിടെ നിന്നായാലും വേണ്ടില്ല അങ്ങ് ആ അച്ഛൻ്റെ രാജധാനിയിൽ ഞാൻ താമസിച്ചിരുന്നപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം കൊണ്ടുവന്നാൽ നമുക്കാവാം എന്ന് പറഞ്ഞു. ശരി, നിൻ്റെ ആഗ്രഹം അത്ര ഉറച്ചതാണെങ്കിൽ ഞാൻ അത് സാധിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞ് അഗസ്ത്യൻ നീ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങി ധനം തേടി നടക്കാൻ തുടങ്ങി. അപ്പം ധനം കിട്ടണമെങ്കിൽ വലിയ വലിയ രാജാക്കന്മാരുടെ അടുത്ത് എന്നാൽ കിട്ടുമല്ലോ. അപ്പം ആദ്യം അഗസ്ത്യൻ ശ്രുതർവൻ എന്നൊരു രാജാവിൻ്റെ അടുത്ത് ചെന്നു. ശ്രുതർവൻ, ആരാ വരണേ? കുംഭസംഭവൻ അഗസ്ത്യനല്ലേ, വരൂ ഇരിക്കൂ, എന്താ അങ്ങയുടെ ആഗമനോദ്ദേശ്യം എന്ന് ശ്രുതർവൻ ചോദിച്ചപ്പോൾ അഗസ്ത്യൻ പറഞ്ഞു, രാജാവേ, ഞാൻ ധനം തേടി ഇറങ്ങിയതാണ്, എനിക്ക് ധനം വേണം. അങ്ങയുടെ മറ്റ് പ്രജകൾക്ക് ദോഷം വരാത്ത രീതിയിൽ എനിക്ക് കുറച്ച് ധനം തന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ശ്രുതർവൻ അകത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ആയവ്യയങ്ങളുടെ കണക്ക്, വരവ് ചെലവ് കണക്ക്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അത് കൊണ്ടൊന്ന് കാണിച്ചു. എനിക്ക്, അല്ലയോ അഗസ്ത്യ മഹർഷേ, ഇത്ര വരവുണ്ട്, ഞാൻ ചെലവ് ചെയ്യാൻ ബാധ്യതപ്പെട്ടത് ഇതാണ്, രണ്ടും തുല്യ, ബാലൻസ് ഇല്ല, നീക്കിയിരിപ്പില്ല, ഇൻകവും എക്സ്പെൻഡിച്ചറും തുല്യമാണ്. ഇനി അങ്ങേക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള പൈസ എടുക്കാം എന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ ഇതിൽ നിന്ന് പൈസ എടുത്താൽ അത് ജനങ്ങളുടെ പൈസയാവും, ബാക്കി പൈസ ഇല്ലല്ലോ, അത് മറ്റുള്ള ഭൂതങ്ങൾക്ക് ദ്രോഹമായിട്ട് ഭവിക്കും, അതുകൊണ്ട് എനിക്ക് താങ്കളുടെ ധനം വേണ്ട എന്ന് പറഞ്ഞ് അഗസ്ത്യൻ അവിടെ നിന്ന് എണിച്ചു. ഈ ശ്രുതർവൻ എന്ന രാജാവും അഗസ്ത്യനും കൂടി അടുത്ത രാജാവിൻ്റെ അടുത്തേക്ക് പോയി. വേറൊരു രാജാവിൻ്റെ അടുത്ത് പോയി നോക്കാം. അവർ പോയി അടുത്ത രാജാവിൻ്റെ പേര് ബ്രധ്നശ്വൻ എന്നായിരുന്നു. ഇത്തിരി കിടവ പറയാൻ. ബ്രധ്നശ്വൻ എന്ന രാജാവിൻ്റെ അടുത്ത് പോയി. രണ്ടാൾ വരുന്നുണ്ടല്ലോ, ഒന്ന് അഗസ്ത്യൻ, പിന്നെ ഒന്ന് ശ്രുതർവൻ. വരൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ വിളിച്ചിരുത്തി. എന്താ വന്നേ? അല്ലയോ ബ്രധ്നശ്വ, അഗസ്ത്യൻ പറഞ്ഞു, ഞാൻ കുറച്ച് ധനം അന്വേഷിച്ചു വന്നതാണ്. മറ്റ് പ്രജകൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ നീ കുറച്ച് ധനം ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞപ്പോൾ ഈ ശ്രുതർവൻ ചെയ്ത അതേ പരിപാടി ആര് ചെയ്തു? ബ്രധ്നശ്വൻ ചെയ്തു. അദ്ദേഹം പോയിട്ട് വരവ് ചെലവ് രണ്ടും തുല്യ, ബാക്കി നീക്കിയിരിപ്പില്ല, നോ ബാലൻസ് അറ്റ് ആൾ. ഇത് പൈസ എടുത്താൽ അത് ശരിയാവില്ല, ബാക്കിയില്ലല്ലോ, വരവും ചെലവും തുല്യല്ലേ. അവിടെ നിന്ന് ഈ മൂന്നാളും കൂടി, ശ്രുതർവൻ, ബ്രധ്നശ്വൻ, അഗസ്ത്യൻ, ഈ മൂന്നാളും കൂടി അടുത്ത രാജാവിൻ്റെ അടുത്തേക്ക് പോയി. അടുത്ത രാജാവിൻ്റെ പേര് ത്രസദസ്യു എന്നാണ്. പുരുകുൽസൻ എന്ന ആളുടെ മകനാണ് ഈ ത്രസദസ്യു. അദ്ദേഹം ഇക്ഷ്വാകു വംശത്തിലൊരു രാജാവാണ്. ഈ ത്രസദസ്യു എന്ന രാജാവിൻ്റെ അടുത്ത് ആരാ വരണേ? അഗസ്ത്യൻ, ശ്രുതർവൻ, ബ്രധ്നശ്വൻ, മൂന്നാൾ വരുന്നുണ്ട്. ഒരു എന്താ വന്നേ? അപ്പോൾ അഗസ്ത്യൻ ഇതേ കാര്യം പറഞ്ഞു. അല്ലയോ ത്രസദസ്യു, ഞങ്ങൾ കുറച്ച് ധനം അന്വേഷിച്ചു വന്നതാണ്, എനിക്ക് കുറച്ച് ധനം തരണം. ഉടനെ ഇവർ ആദ്യത്തെ രണ്ടാൾ ചെയ്ത് ത്രസദസ്യവും ചെയ്തു. വരവ് ഇത്ര, ചെലവ് ഇത്ര, നീക്കിയിരിപ്പില്ല, ഭവാന് ഇഷ്ടമുള്ളത് എടുക്കാം. വേണ്ട, ഇതിൽ നിന്ന് ഞാൻ പൈസ എടുത്താൽ ഇത് മറ്റേ രാജ്യത്തിനൊക്കെ ദോഷകരമായിട്ട് ബാധിക്കും, അതുകൊണ്ട് എനിക്ക് ഇനി പൈസ വേണ്ട, അങ്ങയുടെ പൈസ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ മൂന്നാളുടെ ഇത് ഒന്നും കിട്ടിയില്ല. പൈസ അവരെടുത്തോളാൻ പറഞ്ഞു, പക്ഷെ വരവും ചെലവും തുല്യമാണ്, അപ്പോൾ എടുക്കില്ല. അതാണ് അഗസ്ത്യൻ്റെ ധർമ്മനിഷ്ഠ. അപ്പോൾ ഈ മൂന്ന് രാജാക്കന്മാരും അഗസ്ത്യനും കൂടി അവിടെ വെച്ച് കൂടിയാലോചന നടത്തി. ആരുടെ അടുത്താണ് നമ്മളിഞ്ഞി പോവുക? അപ്പോൾ അവർ അഭിപ്രായപ്പെട്ടു, ഈ ഭൂമിയിൽ ഇഷ്ടം പോലെ സമ്പത്തുള്ള ഒരു ദാനവൻ ഉണ്ട്. അതാരാ? അയാളുടെ പേരാണ് ഇല്വലൻ. നമുക്ക് അയാളെ കാണാൻ പോവുക എന്ന് പറഞ്ഞു. പോവുക എന്ന് പറഞ്ഞ് ഇവർ അഗസ്ത്യനും ബാക്കി മൂന്ന് രാജാക്കന്മാരും, ശ്രുതർവൻ, ബ്രധ്നശ്വൻ, അതുപോലെ തന്നെ ത്രസദസ്യു, അഗസ്ത്യൻ, ഈ നാലാൾ കൂടി നേരെ ഇല്വലൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഇല്വലൻ നമ്മൾ കണ്ടിട്ടുണ്ട്, ബ്രാഹ്മണരോടുള്ള വിദ്വേഷം മൂലം വാതാപിന്ന് അനുജനെ ആടാക്കി കൊന്ന് പാചകം ചെയ്ത് തിരിച്ച് വിളിച്ച് ആ ആട് ഭക്ഷണം കഴിച്ചുകൊണ്ട് വയറ് പിളർന്ന് പുറത്തേക്ക് വരും. അങ്ങനെ ബ്രാഹ്മണരെ കൊല്ലുന്ന ആളാണ് ആര്? ഈ ഇല്വലൻ. അതിൻ്റെ കാരണവും നമ്മൾ കണ്ടു. അപ്പോൾ ഇല്വലൻ നോക്കിയപ്പോൾ
4 ആൾ വരുന്നു. ഒന്ന് അഗസ്ത്യൻ, പിന്നൊന്ന് 3 ആൾ. ശരി, അഗസ്ത്യൻ ബ്രാഹ്മണനാ, മറ്റൊരു രാജാക്കന്മാർ ക്ഷത്രിയന്മാരാ. ബ്രാഹ്മണനെ കിട്ടി, ഇവൻ്റെ കഥ കഴിക്കാം എന്ന് ഉള്ളിൽ വിചാരിച്ചു. ആരേ? ഇല്ലുവലൻ. പുറത്തേക്കൊന്നും വേണ്ടില്ല, ഒരു ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു. എല്ലാവരെയും ഇവിടെ വിളിച്ചിരുത്തി. അപ്പം എങ്ങനെയാ? ഊണ് കഴിക്കല്ലേ, ഊണ് കഴിക്കാം എന്ന് പറഞ്ഞു എല്ലാവരും കൂടി. ഉടനെ മറ്റേ പണി ചെയ്തു. ഏത്? ഇല്ലുവലൻ തൻ്റെ അനുജൻ വാതാപിയെ വിളിച്ച് ആടാക്കി മാറ്റി, അവനെ കൊന്നു. ആടിൻ്റെ മാംസം പാചകം ചെയ്തു. ഈ വിവരം മറ്റ് 3 രാജാക്കന്മാർക്ക് മനസ്സിലായി. അഗസ്ത്യൻ്റെ കൂടെ 3 രാജാക്കന്മാർ ചെന്നിട്ടുണ്ടല്ലോ. അതെ, അവർക്ക് മനസ്സിലായി. ശ്രുതർവൻ, ബ്രധ്നശ്വൻ, ത്രസദസ്യു, ഇവർക്ക് മനസ്സിലായി ആടിനെ അനുജനെ ആടാക്കി മാറ്റി. അനുജൻ മാക്ഷസമായോണ്ട് ആടായതിനെ കൊന്ന് പാചകം ചെയ്യണം. ഈ വിവരം ഒരു അഗസ്ത്യനോട് പറഞ്ഞു. സാരില്ല, ആടിനെ വിളമ്പിക്കോട്ടെ, നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് ഊണ് കഴിക്കാം. അഗസ്ത്യൻ ആദ്യം ഇരുന്നു, ബ്രാഹ്മണനാണല്ലോ, ആദ്യം ഇരുന്ന് ആടിനെ ഇങ്ങനെ വിളമ്പി തുടങ്ങി. ആട്ടുമാംസം വിളമ്പി, അജമാംസ രസായനം വിളമ്പി അഗസ്ത്യൻ ആ വാതാപിയാകുന്ന ആടിനെ മുഴുവനും അങ്ങോട്ട് ഭക്ഷിച്ചു. സുഖമായിട്ട് ഇരിക്കുമ്പോൾ ഇല്ലുവലൻ തുടങ്ങി, വാതാപി പുറത്തു വരൂ അങ്ങനെ വിളിച്ചു. അപ്പോൾ ഇല്ലുവലൻ വിളിച്ചാൽ അഗസ്ത്യൻ്റെ ഉദരം പിളർന്ന് വാതാപി പുറത്തു വരും, അഗസ്ത്യൻ മരിക്കുകയും ചെയ്യും. പക്ഷേ ഇല്ലുവലൻ പല പ്രാവശ്യം വിളിച്ചപ്പോഴും ഒരു ശബ്ദം ഉണ്ടായിത്ര. അഗസ്ത്യൻ്റെ ഉദരത്തിൽ നിന്ന് വലിയൊരു കീശ്വാസം, ഒരു അധോവായു കീഴ്പ്പെട്ട് പോയി. നാടൻ ഭാഷ പറഞ്ഞാൽ അഗസ്ത്യൻ ഒരു ബൃഹത് വളി വിട്ടു. അത് കേട്ടിട്ട് 3 ലോകങ്ങളും കിടന്ന ഇടിമിന്നൽ മേഘനിർഘോഷം പോലെ, ഇടിവിട്ട് പോലെ വളി വിട്ടു. എന്നിട്ട് അഗസ്ത്യൻ പറഞ്ഞു, അല്ലേ ഇല്ലുവലൻ, നീ വിളിക്കണ്ട, നിൻ്റെ അനുജനെ ഞാൻ ദഹിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ അഗസ്ത്യൻ ഈ ഇല്ലുവലനെ കൊണ്ടും വാതാപിയെ കൊണ്ടും ഉള്ള ഉപദ്രവം അങ്ങോട്ട് അവസാനിപ്പിക്കുകയും. അപ്പോൾ ഇല്ലുവലന് വിഷമമുണ്ട്, അനിയൻ്റെ കഥ അഗസ്ത്യൻ കഴിച്ചു, ഒന്നും ചെയ്യാൻ പറ്റില്ല അഗസ്ത്യനെ, അത്ര തപസ്വിയാ. അപ്പോൾ ഇല്ലുവലൻ ചോദിച്ചു, നിങ്ങളുടെ ആഗമനോദ്ദേശ്യം എന്താണ്? ഞങ്ങളുടെ ആഗമനോദ്ദേശ്യം ധനം തന്നെയാണ്. അഗസ്ത്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ധനം വേണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇല്ലുവലൻ പറഞ്ഞു, ഞാൻ ധനം തരാം. ഈ രാജാക്കന്മാർക്ക് ഞാൻ എത്ര ധനം കൊടുക്കുന്നുണ്ടെന്ന് അങ്ങ് ഉദ്ദേശിച്ചൊന്ന് പറയൂ, അപ്പം ഞാൻ അങ്ങേക്ക് വേണ്ട ധനം തരാം എന്ന് പറഞ്ഞപ്പോൾ അഗസ്ത്യൻ പറഞ്ഞു, ഇവർക്ക് നീ 10,000 പണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിൻ്റെ ഇരട്ടി പണവും 10,000 പണവും സ്വർണവും ഉണ്ട്, അതിൻ്റെ ഇരട്ടി പണവും സ്വർണം കൊണ്ടുള്ള ഒരു തേരും അതുപോലെ തന്നെ കുതിരകളെയും നീ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതല്ലേ, നീ നോക്കിക്കോ, ആ തേര് നോക്കിക്കോ, അതിപ്പോൾ സ്വർണ്ണമയായി ഉണ്ടാവും എന്ന് അഗസ്ത്യൻ ആരോട് പറഞ്ഞു? ഇല്ലുവലനോട് പറഞ്ഞു. അപ്പോൾ ഇല്ലുവലൻ നോക്കിയപ്പോൾ ശരിയാണല്ലോ, തേര് സ്വർണ്ണമയാണ്. ഈ അഗസ്ത്യൻ ആവശ്യപ്പെട്ട ധനം, നേരത്തെ പറഞ്ഞ ധനം മുഴുവൻ ആർക്ക് കൊടുത്തു? അഗസ്ത്യനെ ഇല്ലുവലൻ കൊടുത്തു. അങ്ങനെ അഗസ്ത്യൻ തേരിൽ കയറി 2 കുതിരകളെ പൂട്ടി അവിടെ നിന്ന് അഗസ്ത്യൻ നേരെ എവിടെ നിന്നാണ് പുറപ്പെട്ടപ്പോൾ അഗസ്ത്യൻ ലോപാമുദ്രയുടെ സന്നിധിയിൽ നിന്ന്, തൻ്റെ ആശ്രമത്തിലുള്ള ലോപാമുദ്ര ധനം കൊണ്ടുവന്ന് ആ പുതിയ ഡ്രസ്സ് ഇട്ടട്ടെ, അല്ലെങ്കിൽ അച്ഛൻ്റെ കൊട്ടാരത്തിൽ താമസിക്കുന്ന ഡ്രസ്സ് ഇട്ടട്ടെ ഹണിമൂണിന് പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അഗസ്ത്യൻ ധനം കൊണ്ടുവന്ന്, അതുകൊണ്ട് ലോപാമുദ്രയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സെറ്റപ്പ് അങ്ങോട്ട് ചെയ്തു. ഡ്രസ്സ്, കട്ടിൽ, കിടക്കൊക്കെ ഗംഭീരം. എന്നിട്ട് അഗസ്ത്യനും ഈ ലോപാമുദ്രയും കൂടിയിട്ട് അവിടെ പൊടി പിടിച്ചിട്ട് ഹണിമൂൺ അങ്ങോട്ട് ആഘോഷിച്ചു. അങ്ങനെ ഹണിമൂൺ ആഘോഷിച്ച് ക്രമേണ ലോപാമുദ്ര ഗർഭിണിയാവും മുമ്പ്. അതെ, അപ്പോൾ സന്താനം വേണം, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തത്. ലോപാമുദ്രയ്ക്ക് ഋതുകാലായി. അഗസ്ത്യൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു ലോപാമുദ്രയോട്. സന്താന വിഷയത്തിൽ ഞാൻ ചില ഓപ്ഷൻ വയ്ക്കാം, അതിൽ നീ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയായിരിക്കും നല്ലത്. എന്താ? നിനക്ക് 1000 മക്കൾ വേണോ? ഒരു ഓപ്ഷൻ, 1000 മക്കളെ തരാം. അല്ല, ഒരാൾക്ക് 10 ആളുടെ ബലമുള്ള 100 മക്കൾ വേണോ? അല്ല, ഒരാൾക്ക് 100 ആളുടെ ബലമുള്ള 10 മക്കൾ വേണോ? അതോ 1000 ആളുടെ ബലമുള്ള 1 മകൻ വേണോ? അയ്യോ, സംഗതി കുറച്ച് ഗ്രഹപ്പിഴയായി. ആദ്യത്തെ കണ്ടീഷൻ 1000 മക്കളെ അങ്ങോട്ട് തരാമെന്നാണ്. പിന്നെ വേണമെങ്കിൽ ഒരാൾക്ക് 10 ആളുടെ ബലമുള്ള 100 മക്കളെ, അപ്പോൾ 1000 ശരിയാ, 100 × 10. പിന്നെ തിരിച്ചിട്ടു കണ്ടീഷൻ, ഒരാൾക്ക് 100 ആളുടെ ബലമുള്ള 10 മക്കളെ, ഇതല്ലെങ്കിൽ 1000 ആളുടെ ബലമുള്ള 1 മകനെ, നിനക്ക് ആര് വേണം എന്ന് ചോദിച്ചു അഗസ്ത്യൻ. അപ്പം എന്താ ലോപാമുദ്ര മറുപടി പറഞ്ഞേ? കേൾക്കാം.